താനിതുവരെ കഴിക്കാൻ തുടങ്ങില്ല. ഇരിക്കെ, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഇരിക്ക് സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണിത്താനെ. ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും. നാളെ കൂടി വരും. മറ്റന്നാ വരുവോ? അതിന്റെ പിറ്റേ ദിവസം വരുവോ? ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി, കൊഴിഞ്ഞു വീഴും. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ നെട്ടൂരാനെ, ഇനി ഇങ്ങനെ നടന്നാ പോരാ. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ 4 നേരം വൃത്തിയായിട്ട് വയറു നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൂടെ ഇറങ്ങി പോന്നത്. അന്നമ്മ, സഖാവിന്റെ ഭാര്യ. ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഉണ്ണിത്താനെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം. ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞു നടന്നാൽ ശരിയാകത്തില്ല. എന്തോന്നാണോ തനി പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഞാൻ. അതറിയാം. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തന്റെ ഈ ഇൻകിലാബിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നെട്ടുരാനെ, നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലയോ? എന്താ? നോട്ടമുണ്ട് എല്ലാരും. ഞാൻ നീന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നും ഓരോ പരിപാടി എന്നമ്മേ. എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ? ഇന്നാ നടന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു, ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ. കുട്ടാ, കള്ളക്കുട്ടാ, മുദ്രാവാക്യം വിളിച്ചണ്ടായ നമുക്ക്. ചോറെവിടെ, പാലെവിടെ, കൊണ്ടെത്ത അമ്മച്ചിയെ. ചോറെവിടെ, പാലെവിടെ, കൊണ്ടെത്ത അമ്മച്ചിയെ. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പത്തി എടുക്കാൻ? എടോ, കുറെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ. തനിക്ക് വേണ്ടിയല്ല, അന്നമ്മയ്ക്ക് വേണ്ടി. മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മ ഒരു ദാരിദ്ര്യക്കോലമായി ജീവിക്കാൻ പാടില്ല. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ബിസിനസ് തുടങ്ങണം താൻ. വഴിയുണ്ടാക്കാവോ? പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം, നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസ്സും കൂടെ. നമുക്ക് പോറ്റി സാറിനോട് സംസാരിക്കാം. നെട്ടൂരാനെ പോലെ ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാന മാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായൊരു വീടും. കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല, മേടയിൽ ഇട്ടിച്ചന്റെ മകളും കൂടിയാണ്. ഇത് നെട്ടൂരാന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. ഇതല്ലേ കൂടുതൽ അഭിമാനം? ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യയല്ലേ അന്നമ്മ? പിന്നെ സഖാവ് തീരുമാനിക്കുക. പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഏതായാലും പറ്റില്ല. ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണം. പാർട്ടിയിൽ നിന്ന് 5-6 കൊല്ലം ലീവ് എടുക്കണം. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല.
ശിഖരമിതാ നിരനിരയാ മലതരണം ഇതുവഴി പലകുറി പലകുറി സുലളിത സുമധുര നടനമിതാടി ഉറവതാളം നീളം ഉരുഗണമാടി നടുവിൽ ഋതുറാണിയ നിലകൊള്ളുവതാരോ ഒരു വിരിയുന്ന പോൽ ഉണരും വസന്തം അവൾ പോകയാ കുളിർവാനമാ ഇരുവേനലായി കൊടുമാറിയാ സരിധനി പനി സരി ആടി ഉറവതാളം നീളം ഒരു ഗണമാടി തനിയാവർത്തനമതായി ആടുന്ന തിരപോലിന്നു നടമാടും കയമിതാ ഈ സർഗലയമേളന്നു തനിയാവർത്തനമതായി ആടുന്ന തിരപോലിന്നു നടമാടും കളമിതാ ലോലമാം പങ്കുലി പാടുവീ കാലമാം അദ്ഭുതം കാണുനാ ആടി ധ്രുവതാളം നീളം ഗണമാടി നടകരകേളി നൃത്തം ഒരു സഖിനികരമിതാ നിരനിരയാ മതകരണം ഇതുവഴി പലകുറി സുലളിത സുമധുര നടനമിതാടി ധ്രുവതാളം നീളം ഒരു ഗണമാടി ഇടയായിട്ട് എന്നോട് മിണ്ടാട്ടമേ ഇല്ല. അവൻ എന്തൊക്കെ അറിയാം. എന്തോന്നറിയാമെന്ന് ഇന്നലെ സ്കൂളിലെ റിപ്പോർട്ട് ഒപ്പിടുമ്പോ അവൻ എന്നോട് ചോദിച്ചു അവന്റെ അപ്പച്ചൻ എവിടെയെങ്കിലും ഉണ്ടോന്ന്. അച്ചായ, കൂടുതൽ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ ശരി? സ്റ്റെല്ല, നിന്നോടൊപ്പം ഇവിടെ കഴിയുമ്പോൾ സേതുവിനോട് ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, അതെനിക്കറിയാം. അവിടെ മന്ത്രിമന്ദിരത്തിൽ സേതുവിനോടൊപ്പം കഴിയുമ്പോൾ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റ് തിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി ഞാനും. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സ്റ്റെല്ല, നീ എന്നെ മനസ്സിലാക്കണം. തൽക്കാലം എല്ലാം ഇങ്ങനെ തന്നെ പോകട്ടെ, പോകുന്നിടത്തോളം. കുറച്ച് നാളായിട്ട് നീ വെച്ച് നടത്തുന്നുണ്ട്.
ഇറങ്ങി വരുന്നോ നിങ്ങൾ കുളിച്ചാൽ തീർന്നോ? ഇറക്കി വിടരുത് അവരെ. ഇറങ്ങി വാടാ. ഇറങ്ങി വരുന്നുണ്ടോ? അവരെ ഇറങ്ങി വിടരി. ഹലോ, ഡി കെ എന്താണ്? താൻ എവിടുന്നാ വിളിക്കുന്നത്? എടോ, ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ. പുറത്ത് ആൾക്കാർ വളർന്നിട്ടുണ്ട്. താൻ ഉടനെ ഇങ്ങോട്ട് വരണം. ഞാൻ എന്താ വരുന്നു. എന്താ ചായ? എന്താ പ്രശ്നം? ഒന്നുമില്ല. നീ ഭാഷയോട് ടെമ്പോ ഇറക്കാൻ പറ. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്? ഈ വീട്ടിൽ ഒരാൾ കയറുന്ന പോലായി. അവനെ പിടിവിടാനാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ആണുങ്ങളില്ലാത്തൊരു വിധവയുടെ വീട്ടില് പാതിരയ്ക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്ന് അറിയണമല്ലോ. നീയൊക്കെ ആരാ? ഇവിടുത്തെ സദാചാര കമ്മിറ്റിയോ? എനിക്ക് വേണ്ടപ്പെട്ട വീടാ. ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും. നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോ മുതലാളിക്കും പങ്കുള്ള കച്ചവടം അല്ലയോ? ഒന്നാണ് ഞാൻ ഒറ്റ ഒരുത്തൻ എന്നോട് ചോദിക്കില്ല. നീയൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി സദാചാരം ഉണ്ടാക്കടാ. വണ്ടി മാറ്റിയിട. മിനിസ്റ്റർ ടെമ്പോല. എടോ കോപ്പയെ, താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം. എടോ, പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ടാ തന്നെ അറിയിക്കാൻ ഞാൻ. തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കില് ഒന്ന് ആലോചിച്ച് നോക്ക്. നാറ്റ കേസല്ലേ. താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ സ്ഥലം വിടണം. താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത്? അല്ല, കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത്. അവന്റെ കാറിലോ? എന്റെ ഡി കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ഇറങ്ങ. വാ. മിസ്റ്റർ കണ്ണൻ, എന്നോടുള്ളത് തുറന്നു പറയണം. മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഡി കെ മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവിട്ടു. മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും. മിനിസ്റ്ററാണ് അകത്തുണ്ടായിരുന്നെന്ന് ആരും അറിഞ്ഞിട്ടില്ല. കുറച്ചു നാളായി തുടങ്ങിയിട്ട്. നെട്ടൂരാനാണ് ഇതിൽ കൂട്ടു നിൽക്കുന്നത്. ഡി കെ മിനിസ്റ്ററുമായുള്ള നെട്ടൂരാന്റെ ബന്ധത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ കൂടുന്നുണ്ട്. ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിത്തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെയുണ്ട്. ഈ നാറിയ വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല. എന്താണ് നിങ്ങൾ ഈ ധൃതിയിൽ ഒപ്പിട്ട് തള്ളുന്നത്? എന്റെ തലയിലെടുത്തോ? എന്താ നിനക്കിപ്പോ അറിയേണ്ടത്? സ്റ്റെല്ല നിങ്ങളുടെ ആരാ? കാമുകയോ? രണ്ടാം ഭാര്യയോ? അതോ വെപ്പാട്ടിയോ? വ്യവസായ മന്ത്രി ഡി കെയുടെ ടൂർ പ്രോഗ്രാമിലെ ലഞ്ചും റെസ്റ്റും ഒരു തേവിടിച്ചിപ്പുരയിലാണെന്ന് നാട്ടുകാരറിഞ്ഞാലുള്ള എന്റെ ഗതികാരനെ പറ്റി നിങ്ങൾ ഓർത്തില്ല. സേതു, ഒന്നും ഓർക്കാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. നീ ഇപ്പൊ തേവിടിച്ചെന്ന് വിളിച്ച പാവം സ്റ്റെല്ല. എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം. സേതു, എനിക്ക് സ്റ്റെല്ലയിൽ ഒരു കുട്ടിയുണ്ട്. ഒളിവിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റിന് ഒളിവിലെങ്കിലും എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. സേതു, നീ എന്നെ മനസ്സിലാക്കണം. ഒളിവ് കാലത്ത് നിങ്ങൾ സ്റ്റെല്ലയുമായി ബന്ധപ്പെട്ടത് എനിക്ക് മനസ്സിലാക്കാം. അതിലൊരു കുട്ടി ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടുകിടക്കാനും ഈ സേതുലക്ഷ്മി സമ്മതിക്കില്ല. യെസ്, ഐ മീൻ ഇറ്റ്. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. പറ്റില്ല, എനിക്ക് സംസാരിക്കണം. എനിക്ക് കേൾക്കണ്ട. എനിക്ക് സംസാരിക്കണം. നമസ്കാരം സാർ. മിനിസ്റ്റർ അല്ലേ?